A+ട്യൂബിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്ന് A+ട്യൂബ് അവതരിപ്പിക്കുന്നത്. പല സബ്സ്ക്രൈബേഴ്സും വളരെ മുമ്പ് ചോദിച്ചിട്ടുള്ള, കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഈ എപ്പിസോഡിൽ ഉണ്ട്. പലരുടെയും സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈ എപ്പിസോഡ് വളരെ പ്രയോജനപ്പെടും. ഒരപേക്ഷ ആദ്യമേ ഉണ്ട്, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പൂർണ്ണമായും വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ബാക്കി നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പൂർണ്ണമായും എപ്പിസോഡ് കേൾക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്ന വിഷയം, ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റേതായ കടങ്ങൾ അഥവാ സാമ്പത്തിക ബാധ്യതകൾ ആരാണ് തീർക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പല വ്യക്തികളും ബാങ്കിൽ നിന്നും പലതരത്തിലുള്ള ലോണുകൾ എടുക്കാറുണ്ട്. അത് വീട് വെക്കുന്നതിന് ലോൺ എടുക്കാം, വ്യക്തിപരമായ ആവശ്യത്തിനുള്ള പേഴ്സണൽ ലോൺ എടുക്കാം, വെഹിക്കിൾ ലോൺ എടുക്കാം, എഡ്യൂക്കേഷൻ ലോൺ എടുക്കാം. മാത്രമല്ല, പല ലോണുകൾക്കും നമ്മൾ ജോയിൻ്റ് ആപ്ലിക്കൻ്റ് ആവുകയും ചെയ്തിരിക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ വ്യക്തി മരണപ്പെട്ടു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബാധ്യതയിൽ നിൽക്കുന്നതായ തുക, ലോണാണെങ്കിൽ ലോണിൽ അദ്ദേഹം തിരിച്ചടയ്ക്കേണ്ടതായ ബാക്കി തുക ആരടയ്ക്കേണ്ടി വരും? ഇത് സംബന്ധിച്ച് ഓരോ വായ്പയുടെയും വിശദ വിവരങ്ങൾ ഈ എപ്പിസോഡിൽ ഉണ്ട്. ആദ്യമായി മനസ്സിലാക്കുക, ഏത് സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്താലും ആ വ്യക്തിക്ക് അതിനു വേണ്ടി ഒരു കാര്യം പണയം നൽകേണ്ടി വരും. പണയം നൽകേണ്ടി വരുന്നത് ഹൗസിംഗ് ലോണിനാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പ്രോപ്പർട്ടി പണയം ചേർക്കേണ്ടി വരും. വെഹിക്കിൾ ലോണാണെങ്കിൽ ആ വെഹിക്കിൾ തന്നെ ശരിക്കും പണയത്തിലാവുന്നു എന്നുള്ളതാണ്, ലോൺ റിലീസ് ആവുന്നത് വരെ. അപ്പോൾ പല ലോണുകൾക്കും നമ്മൾ നൽകുന്നത് ഇത്തരത്തിലുള്ള ഈടുകളാണ്. ഈടുകൾ എന്ന് പറഞ്ഞാൽ പണയങ്ങൾ ആണ്. ഈ പണയ സാധനങ്ങൾ എന്തായാലും ആ സാധനങ്ങൾ ബന്ധപ്പെട്ട ബാങ്കുകൾ ലേലം ചെയ്ത് വിൽക്കും. എന്ന് വെച്ചാൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റേതായ ബാക്കി നിൽക്കുന്ന തുക ആരും അടച്ച് തീർക്കാത്ത പക്ഷം ബാങ്കുകൾ നിയമാനുസൃതമായി പണയം വച്ചിരിക്കുന്ന വസ്തു ലേലം ചെയ്ത് വിൽക്കും. ആ ലേലം ചെയ്ത് വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക എത്രയാണോ അത് വായ്പയേക്കാൾ കൂടുതലാണെങ്കിൽ ബാക്കി നിൽക്കുന്ന ഈ വായ്പ തുകയേക്കാൾ കൂടുതലാണ് വസ്തു ലേലം ചെയ്യുമ്പോൾ കിട്ടുന്നതാണെങ്കിൽ ആ ബാക്കി വരുന്ന തുക അനന്തരാവകാശികൾക്ക് തിരിച്ചു നൽകും. ഈ ബാങ്കിനോ സ്ഥാപനത്തിനോ ലഭിക്കേണ്ട തുക മാത്രം അവർക്ക് മതിയാവും. പലിശ ഉൾപ്പെടെയാണ് പറയുന്നത്. ആ തുക അവർ ഈ വിൽപ്പനയിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. ഇനി അഥവാ ഈ വസ്തു വിൽക്കുമ്പോൾ ഉദ്ദേശിച്ച തുക, അതായത് ബാങ്കിന് ലഭിക്കേണ്ട തുക ലഭിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഈടാക്കാൻ ബാങ്കിന് കഴിയുകയും ചെയ്യും. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ചില ആളുകൾക്ക് സംശയമുണ്ട്, ഒരു വ്യക്തി അദ്ദേഹത്തിന് വിൽ തയ്യാറാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിൽ പ്രകാരം മക്കൾക്ക് വസ്തുവകകൾ കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ വില്ലിൽ കാണിച്ചിരിക്കുന്ന വസ്തു ആണ് ബാങ്കിൽ നിന്നും ലോൺ എടുക്കുമ്പോൾ ഈട് വച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കടം തീർത്തതിന് ശേഷം ബാക്കിയുള്ള തുക മാത്രമേ മക്കൾക്ക് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. വിൽ എഴുതി വെച്ചു, മക്കൾക്ക് പൂർണ്ണ അവകാശമുണ്ട്, ശരി. പക്ഷേ വില്ലിൽ കാണിച്ചിരിക്കുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ്, ലോൺ എടുത്ത വ്യക്തിയാണ്. അദ്ദേഹം മരണപ്പെടുന്നതോടുകൂടി ബാധ്യതകൾ തീർത്തതിനു ശേഷം മാത്രമേ വില്ലിൽ
ബാക്കിയുള്ള തുക എത്ര വിൽ പ്രകാരം ഉള്ള വസ്തു മക്കൾക്ക് വീണ്ടും അവകാശം സിദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബില്ലെഴുതി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാധ്യതയിൽ നിന്നും ഈ വസ്തു ഒഴിവായി കിട്ടും എന്ന് ആരും കരുതാതിരിക്കുക. ഇതിനെ സംബന്ധിച്ച് വളരെ അധികം കേസുകൾ നിലവിൽ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ പ്രത്യേകിച്ച് ഓരോ കേസുകളും ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി ക്രെഡിറ്റ് കാർഡിൻ്റെ കടങ്ങളെ സംബന്ധിച്ച് നോക്കാം. ഇതും കടങ്ങളാണെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് മുഖേന കടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയും ആ വ്യക്തി മരിച്ചതിന് ശേഷം ബന്ധപ്പെട്ടവർ അടച്ച് തീർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതും പലപ്പോഴും പലരും തിരിച്ചറിയാൻ വൈകിപ്പോകും. യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് കാർഡ് എത്രയൊക്കെ തുക നമ്മൾ കടമെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ബന്ധപ്പെട്ടവരോടൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത് നല്ലതാണ്. കാരണം മരണം എപ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ബാധ്യതകൾ ഒരു ഡയറിയിലെങ്കിലും എഴുതി വെക്കണം. അങ്ങനെ ഒരു ഡയറി ഉണ്ട് എന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങൾ അറിയിച്ചിരിക്കുകയും ചെയ്യണം. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉടമസ്ഥനായ വ്യക്തി മരണപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് ക്രെഡിറ്റ് കാർഡുകൾ ഫ്രീസ് ചെയ്യണം എന്നുള്ളതാണ്. ആ ബാധ്യതകൾ ഈ കൊടുത്തു തീർക്കാൻ ജോയിൻ്റ് അക്കൗണ്ട് ഉടമയ്ക്കും നോമിനിക്കുമൊക്കെ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർത്തിരിക്കുക. ക്രെഡിറ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ആ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് മരണം അറിഞ്ഞാൽ തന്നെ ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ അതിൻ്റെ ബാധ്യത വന്നു ചേരും എന്ന് എല്ലാവരും മനസ്സിലാക്കുക. എന്നാൽ ഈ തിരിച്ചുപിടിക്കാൻ തക്കതായ ഒരു ആസ്തികളും ഇല്ലാത്ത പക്ഷം ഒരുപക്ഷെ ആ ധനകാര്യ സ്ഥാപനങ്ങൾ ചിലപ്പോൾ ഒന്നുമില്ല എന്ന് തീർപ്പാക്കിയതിന് ശേഷം അവ എഴുതിത്തള്ളിയ ചില സംഭവങ്ങളും നടക്കാറുണ്ട്, നടന്നിട്ടുമുണ്ട്. ഹൗസിംഗ് ലോണിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുക. ആ ഹൗസിംഗ് ലോൺ എടുത്ത വ്യക്തി അതിൻ്റെ ബാധ്യത തീർക്കാതെ മരണപ്പെട്ടാലും ഇതേ രീതിയിൽ തന്നെയാണ് ബാങ്കുകൾ നടപടികൾ തുടരുക. അത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളോട് ബാങ്ക് ഒരു നോട്ടീസ് അയച്ച് എടുക്കപ്പെട്ട തുക ഇത്രയാണെന്നും അത് ഇപ്പോൾ ഇത്ര തുകയായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അത് അടച്ചു തീർക്കാനുള്ള ബാധ്യത ബന്ധുക്കൾക്കുണ്ടെന്നും കാണിച്ചൊരു നോട്ടീസ് വരും. അങ്ങനെ വരുന്ന നോട്ടീസിന് റെസ്പോണ്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. അതിന് നിങ്ങൾക്ക് അടച്ചു തീർക്കാനുള്ള കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിലും ബാങ്കിനോട് നിങ്ങൾക്ക് രേഖാമൂലം എഴുതി ചോദിക്കാം. രേഖാമൂലമുള്ള മറുപടി ആവശ്യപ്പെടുകയും ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ ഈ ബന്ധുക്കൾക്ക് നോട്ടീസ് നൽകിയിട്ടും അവർ ലോൺ അടച്ചില്ല എങ്കിൽ ജപ്തി നടപടി വരും. അതിൽ ബാങ്കിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിട്ടാനുള്ളത് എടുക്കും, ബാക്കി ബന്ധുക്കൾക്ക് കൊടുക്കുകയും ചെയ്യും. എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിലോ, എഡ്യൂക്കേഷൻ ലോൺ അടച്ച് തീർത്തില്ല എങ്കിൽ കുട്ടിക്ക് വായ്പ കൊടുക്കുമ്പോൾ ഒപ്പം ആരാണോ അപേക്ഷകനായിരുന്ന വ്യക്തി അദ്ദേഹത്തിന് ആസ്തി ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഈടാക്കുകയും ചെയ്യും. ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കാൻ ഉള്ളത്, ഈ വ്യക്തിക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അതായത് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത ഒപ്പം ഒപ്പിട്ട വ്യക്തിക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ആ തുക LICയിൽ നിന്നും ഈടാക്കുന്നതിന് വേണ്ടി നടപടികൾ എടുക്കുകയും ചെയ്യും. വെഹിക്കിൾ ലോൺ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പല മാനദണ്ഡങ്ങളും വെഹിക്കിൾ ലോണിനും ശരിക്കും വെഹിക്കിൾ ലോണുമായും ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. കുടുംബാംഗങ്ങൾ, മരണപ്പെട്ട വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സ് അഥവാ അനന്തരാവകാശികൾ ഈ വെഹിക്കിൾ ലോൺ തീർച്ചയായും തിരിച്ചടച്ച് തീർക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബാങ്കുകൾ അതേ രീതിയിൽ നിന്നും തിരിച്ച് പിടിക്കും. അതേ രീതിയിൽ ഈ ബാധ്യത ഉണ്ടെങ്കിൽ കുടുംബത്തിലെ അനന്തരാവകാശികളിൽ നിന്നും തിരിച്ചു പിടിക്കും. LIC ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ അവരിൽ നിന്നും ഈടാക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പണം എടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ഉള്ളത്, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ പണത്തിൻ്റെ ബാധ്യത
അനന്തരാവകാശികളുടെ മേൽ വരും. അത് മക്കളാകാം, ഭാര്യയാകാം, ഉറ്റവരാകാം. അങ്ങനെ ഉള്ളവർക്ക് കൂടുതൽ ബാധ്യത വരുത്താതിരിക്കുന്നതിന് വേണ്ടി ഈ ലോൺ എടുക്കുമ്പോൾ തന്നെ പരമാവധി ലോണൊന്നും എടുത്ത് ജീവിച്ചിരിക്കുന്ന മരണത്തിന് ശേഷം, നമ്മുടെ മരണത്തിന് ശേഷം ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ ബാധ്യത തലയിൽ കെട്ടിവെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തു വന്നാലും ഒരു ലോണുമായി ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ് എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഇത് കടബാധ്യത മറ്റുള്ളവരിലേക്ക് വന്നു ചേരാതിരിക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു മുൻകരുതലായി വേണം കരുതാൻ. ധനകാര്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇനിയും ഈ ചാനലിൽ എപ്പിസോഡുകൾ വരുന്നുണ്ട്. നമ്മൾ പണമിടപാട് സംബന്ധിച്ച് എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം, നമുക്ക് ഒരു വീഴ്ച വന്നാൽ എങ്ങനെ അത് നിയമപരമായി തന്നെ നമുക്ക് അത് പരിഹരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതും ഈ ചാനലിലെ തുടർന്നുള്ള എപ്പിസോഡുകൾ വരും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.